ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രമാണ്. നമ്മളെല്ലായ്പ്പോഴും പറയുന്ന പോലെ തലയുയർത്തി നിൽക്കുന്ന 4 STS ക്രെയിൻ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്കിനി അടുത്ത് ബ്രേക്ക് വാട്ടറിൻ്റെ അപ്ഡേഷനിലേക്ക് പോകാം. നമ്മളിതാ കാണുന്നതാണ് ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡ് ഓൺ ഡംപിങ്ങിൻ്റെ ഭാഗം. ഇവിടെ നമുക്ക് ഇഞ്ചിൻലെസ് ബാർജിനെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല ഹെവി എക്സ്കവേറ്ററും കാണാൻ സാധിക്കുന്നു. നമ്മുടെ വലിയൊരു പച്ച നിറത്തിലെ ക്രെയിൻ കാണുന്നത് നമ്മൾ ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടാണ് ഈ ക്രെയിനിനെ ഉപയോഗിക്കുന്നത്. ധാരാളം ലോറികളെയും നമുക്കവിടെ കാണാൻ സാധിക്കുന്നു. ആക്രോപോഡ് ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ ഇന്നലെ സെൻറ്റിനൽ ഹബ് ഉപയോഗിച്ചുള്ള സാറ്റലൈറ്റ് വ്യൂവിൻ്റെ അപ്ഡേഷൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്രോപോഡ് ഇനി ഒരു 80-90 മീറ്റർ മാത്രമാണ് നമുക്ക് ആക്രോപോഡ് ഫില്ല് ചെയ്യാനുള്ളത്. അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. 100% വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ വർക്കുകൾ. 99% വർക്ക് പൂർത്തിയായിരിക്കുന്നു. ഇനി 1% വർക്കുകൾ മാത്രമേ ഉള്ളൂ. ആ വർക്കിൽ പെടുന്നതാണ് ആക്രോപോഡ് ഫില്ല് ചെയ്യുന്നതും നമ്മളെ ഇഞ്ചിൻലെസ് ബാർജിൽ കൊണ്ടുവരുന്ന ഹെവി സ്റ്റോണുകൾ. നമ്മൾ ഈ ഭാഗത്തൊക്കെ ഹെവി സ്റ്റോണുകൾ ഫില്ല് ചെയ്യുന്ന വർക്കുകളുമാണ് ഇനി നടന്നുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ വർക്കും പൂർത്തീകരിച്ചിരിക്കുന്നു. ഫസ്റ്റ് ഫേസിൽ 2960 മീറ്ററാണ് നമുക്ക് വേണ്ടുന്നുള്ളത്. ആ വർക്കെല്ലാം വളരെ വേഗത്തിലാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ഭാഗത്ത് കാണുന്ന അപ്ഡേഷൻസ്. ഇപ്പോൾ നമുക്കിവിടെ കാണുന്നത് ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിലെ സ്റ്റോണുകൾ ഹെവി എക്സ്കവേറ്റർ ഉപയോഗിച്ച് എടുത്ത് ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ മുകളിൽ വെക്കുന്നതും ആ ജോലികളാണ് ഇവിടെ എല്ലാം നടക്കുന്നത്. കണ്ടോ, ഇവിടെ എല്ലാം നടക്കുന്നത്. ബാക്കിയുള്ള ഭാഗത്തെല്ലാം വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു. ഇനി കുറച്ച് ഭാഗത്താണ്, ഇത്രയും ഭാഗത്താണ് നമുക്ക് ഈ ആക്രോപോഡും ഹെവി സ്റ്റോണുകളും ഫില്ല് ചെയ്യാനുള്ളത്. ആ വർക്കുകൾ മാത്രമാണ് നടക്കുന്നത്. നമുക്കിനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഹെവി ട്രഡ്ജർ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഇവിടെ വന്നാൽ നമുക്ക് കാണുന്നത് നമ്മുടെ ഈ പറഞ്ഞ ബെർത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ കാണുന്നുണ്ടോ, ബെർത്തിൻ്റെ ഹെവി ക്രെയിനുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. ഈ പറയുന്ന ബെർത്തിൻ്റെ സൈഡിൽ നിന്നും യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ഒരു ബ്രേക്ക് വാട്ടർ പോലെ തന്നെ കിട്ടുന്ന ഒരു ബാരിക്കേഡിൻ്റെ ഒരു വർക്കുണ്ടായിരുന്നു. ആ വർക്കെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നീങ്ങുന്നത്. അതിൻ്റെ ഹൈറ്റ് കൂട്ടുന്നതാണ്, ബെർത്തിന് പാരലാക്കുന്നതാണ്. കുറച്ച് അടുത്തുള്ള വ്യൂവിലേക്ക് നമുക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടി നമുക്ക് കണ്ട് മനസ്സിലാക്കണ്ടോ. ഈ വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയാണ്, ബെർത്തിന് പാരലായിട്ട് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇവിടെ ഹൈറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ബെർത്തിൻ്റെ ഭാഗത്തുള്ള വർക്കുകളാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കുന്നു. ബെർത്തിൽ നിന്ന് യാർഡുമായിട്ട് കണക്ട് ചെയ്യുന്ന യാർഡ് എക്സ്റ്റൻഷനുള്ള ഭാഗവും കാണാൻ സാധിക്കും. ട്രഡ്ജിങ്ങിൻ്റെ ഓസ് സ്പ്ലിറ്റ് ചെയ്തിട്ടിരിക്കുന്ന കാണാൻ സാധിക്കുന്നു. നമുക്ക് കുറച്ചുകൂടി അടുത്തുള്ള വിഷ്വലിലേക്ക് പോകാം. പോയാൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. യാർഡ് ക്രെയിനുകളും ഷിഫ്റ്റ് ഷോർ ക്രെയിനും നമുക്ക് ഈ വ്യൂവിൽ നിന്ന് തന്നെ കാണാവുന്നതാണ്. നമുക്കിനി അടുത്ത വിഷ്വലിലേക്ക് പോകാം. ഫ്രണ്ട്സ്, കുറച്ചുകൂടി അടുത്ത് വന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാർഡ് എക്സ്റ്റൻഷൻ്റെ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എക്സ്കവേറ്റർ ഉപയോഗിച്ച് നാച്ചുറൽ സ്റ്റാൻഡ് ഫുള്ളായിട്ട് ലെവൽ ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അതുമാത്രമല്ല നമുക്ക് ട്രഡ്ജിങ്ങിൻ്റെ വോസ് സ്പ്ലിറ്റ് ചെയ്ത് വിട്ടിരിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുമാത്രമല്ല സാറ്റലൈറ്റ് വ്യൂയിലൂടെ തന്നെ നമുക്ക് ഈ പറയുന്ന സ്പ്ലിറ്റഡ് വോസിൻ്റെ വിഷ്വൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ആ വീഡിയോ കാണാത്തവരൊന്ന് കാണുക. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ഈ വർക്ക് നമ്മളിവിടെ, അതായത് നമ്മുടെ ബെർത്തിൽ നിന്നും യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ആ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള ആ കരിങ്കലിൻ്റെ കെട്ട് അല്ലെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ കൊണ്ടുള്ള ഹൈറ്റ് കൂട്ടുന്ന വർക്കുകൾ വളരെ വേഗത്തിലാണ് നടക്കുന്നത്. എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും. അത് മാത്രമല്ല ഇപ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ബെർത്തിൻ്റെ ഈ വശം കണ്ടോ, ബെർത്തിൻ്റെ ഈ പോർഷൻ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു വിഷ്വലാണ് ഞങ്ങൾ കേട്ടോ. ബെർത്തിൻ്റെ വശം നല്ലപോലെ കാണാൻ പറ്റും. ഷെൻഹുവ 16 ഈ ഭാഗത്താണ് വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അതെല്ലാം നല്ല ലെവൽ ചെയ്തിരിക്കുന്നു. വർക്ക് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് മൊത്തവും ലെവൽ ചെയ്ത് വലിയൊരു ഗ്രൗണ്ട് പോലെ ആക്കി മാറ്റിയിരിക്കുന്നു. പണ്ട് നമ്മളിവിടെ വരുമ്പോൾ ആയിട്ട് നാച്ചുറൽ സാൻഡ് കൂട്ടിയിരുന്ന സ്ഥലമെല്ലാം ലെവൽ ചെയ്ത് ഇനി അടുത്ത് ഇൻ്റർലോക്കിൻ്റെ വർക്കിലേക്കാണ് പോകുന്നത്. അതിന് വേണ്ടിയാണ് ഇത് മൊത്തവും ലെവൽ ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് ഇവിടെ നിന്നും കണ്ട് മനസ്സിലാക്കാം. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവും. ഇനി നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് യാർഡിൻ്റെ പോർഷൻ്റെ വർക്കുകളാണ്. യാർഡിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് കാണുന്നതെല്ലാം ഇൻ്റർലോക്കിൻ്റെ വർക്കുകളാണ് നടക്കുന്നത്. ഇൻ്റർലോക്കിൻ്റെ വർക്കിന് വേണ്ടിയുള്ള ലെവലിംഗ് ആണ് നമ്മൾ ഈ ഭാഗത്തെല്ലാം നടക്കുന്നത്. പുതുതായി ഇറക്കി വെച്ച A സീരീസിലെയും ബി സീരീസിലെയും കാൻഡിലിവർ റൈൻ മൗണ്ട് ഗ്രാൻഡി ഗ്രൈൻ നമുക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. ആ വിഷ്വലാണ് ഇവിടെ ഉള്ളത്. തൊട്ട് താഴെ നമുക്ക് കാണാൻ പറ്റുന്ന ധാരാളം നാച്ചുറൽ സ്റ്റോൺ നമുക്കിവിടെ നിന്ന് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ. എൻ്റെ തൊട്ട് താഴെ തന്നെ ഹെവി സ്റ്റോണുകൾ, തരംതിരിച്ചുള്ള ഹെവി സ്റ്റോണുകളാണ്
ഇവിടെ ഇട്ടിട്ടുള്ളത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത് കൊണ്ടുപോകുന്ന ലോറികളെയും കാണാൻ സാധിക്കും. ഞാനിപ്പോൾ വന്നപ്പോൾ 1 മണിക്കുള്ള സമയമാണ്. എല്ലാവരും ഫുഡ് കഴിക്കേണ്ട സമയമായതുകൊണ്ടാണ് ഇപ്പോൾ വർക്കൊന്നും നമുക്ക് കാണാൻ സാധിക്കാത്തത്. ധാരാളം ലോറികളായിട്ട് ഡേ നൈറ്റ് വർക്കാണ് ഇവിടെ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഇതാണ് ഈ ഭാഗത്തു നിന്നുണ്ട വിഷ്വൽ. നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോകാം. ഫ്രണ്ട്സ്, ഈ വ്യൂ എല്ലാവർക്കും സുപരിചിതമാണ്. നമ്മൾ തൊട്ട് മുന്നേ നമ്മളൊന്ന് വീഡിയോ ഷൂട്ട് ചെയ്ത് നമ്മളെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടർ പോലെ തന്നെ ബെർത്തിൻ്റെ അവിടെ നിന്ന് യാർഡ് എക്സ്റ്റൻഷന് വേണ്ടിയുള്ള ആ ഒരു ബാരിക്കേഡ് പോലുള്ള സ്റ്റോൺ കൊണ്ടുള്ള കെട്ടാണ് നമ്മൾ ഈ കാണുന്നത്. നമ്മൾ അവിടെ നിന്നാണ് തൊട്ട് മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്തത്. അതിനുശേഷം നമ്മളിപ്പോൾ കാണുന്നത് പോർട്ടിനകത്തു നിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഈ കാണുന്നത്. പോർട്ടിനകത്തു നിന്നുള്ള വിഷ്വൽ നമ്മൾ ഏറ്റവും ബാക്കിലായിട്ട് നമുക്ക് കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി E04 നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ധാരാളം നാച്ചുറൽ സ്റ്റോണ് അവിടെ ആയിട്ട് കൂട്ടിയിട്ടിരിക്കുന്നതും നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ നിന്നും ബെർത്തിൻ്റെ കുറച്ച് പോർഷൻസും ഇവിടെ വന്നാൽ നമുക്ക് വീഡിയോയിലൂടെ ഷൂട്ട് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് സൂം ചെയ്ത് കഴിഞ്ഞാൽ ബെർത്തിൻ്റെ പോർഷൻസാണ് നമ്മൾ ഈ കാണുന്നത്. ബെർത്തിൻ്റെ വർക്ക് കിടക്കുന്ന പോർഷൻസാണ് നമ്മൾ കാണുന്നത്. ബെർത്തിൻ്റെ വർക്ക് ഏതാണ്ട് 700 മീറ്റർ ബെർത്തിൻ്റെ പോർഷൻ പിന്നിട്ടിരിക്കുന്നു. നമുക്ക് ഫസ്റ്റ് ഫേസിൽ 800 മീറ്ററാണ് വേണ്ടുന്നുള്ളത്. ആ വർക്കുകളാണ് വളരെ ഫാസ്റ്റായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ബെർത്തിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്ന ഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ എല്ലാം കോൺക്രീറ്റ് ഇരിക്കുന്നു. ഈ വലിയ ഹെവി ക്രെയിനിലിരിക്കുന്ന ആ സ്ഥലത്താണ്, ഈ സ്ഥലത്തൊക്കെയാണ് ബെർത്തിൻ്റെ വർക്കുകൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായിട്ടുള്ള സ്ലാബുകൾ നമുക്ക് തൊട്ട് താഴെ കാണാൻ സാധിക്കുന്നുണ്ടോ? ഈ കാണുന്ന സ്ലാബുകളാണ് നമുക്ക് ബെർത്തിന് ആവശ്യമായിട്ടുള്ള സ്ലാബുകളാണ് ഇവിടെ കൂടിയിട്ടുള്ളത്. അത് കുറേ നമുക്ക് ലോറികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയുള്ള ഈ പറയുന്ന സ്ലാബുകൾ കൊണ്ടുപോകുന്നതിന് ആവശ്യമായിട്ടുള്ള ലോറിയും കാണാൻ സാധിക്കും. അതിനനുസരിച്ചുള്ള ഒരു ഹെവി ക്രെയിനും തൊട്ടടുത്ത് തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഈ ഭാഗത്തെല്ലാം തരംതിരിച്ചുള്ള നാച്ചുറൽ സ്റ്റോണുകൾ കൂട്ടിയിട്ടിരിക്കുന്നതും നമുക്ക് വ്യക്തമായിട്ട് കാണാവുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് കുറച്ച് ഇപ്പുറത്തോട്ട് മാറിക്കഴിഞ്ഞാൽ ഈ വശത്തു നിന്നുള്ള നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ക്രെയിൻ, അതായത് യാർഡ് ക്രെയിൻ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് യാർഡ് മൊത്തവും. കാൻഡിലിവർ റെയിൻമൗണ്ട് ഗ്രാൻഡി E02, D02, B02, A02, ഇപ്പോൾ ABCDE ഈ 5 സീരീസിലുള്ള യാർഡ് ക്രെയിനുകളെ വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? വളരെ മനോഹരമായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി അതിൻ്റെ എഫിഷ്യൻസി ടെസ്റ്റൊക്കെ ആയിരിക്കും ഇനി അടുത്തുള്ള വീഡിയോയിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുക. തൊട്ട് താഴേക്ക് നമുക്ക് പോകാം. കുറച്ച് താഴോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ. അത് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഉണ്ടോ? ഇതെല്ലാം കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം ഒരാഴ്ച കൊണ്ട് നല്ല ഹൈറ്റിലേക്ക് മാറിയിരിക്കുന്നു. ആ ഹൈറ്റുള്ള വ്യൂ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ട് താഴെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി, ഇതിപ്പോൾ ഞാൻ വളരെ ഹൈറ്റിൽ നിന്നാണ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ചുകൂടി താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. നമുക്ക് കുറച്ച് താഴോട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങാം. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് നമുക്ക് കോമ്പൗണ്ട് വാൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ഒരാഴ്ച കൊണ്ട് പോർട്ടിൽ വന്ന മാറ്റങ്ങളാണിത്. ആ മാറ്റങ്ങളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. കേട്ടോ, കോമ്പൗണ്ട് വാളിൻ്റെ ഹൈറ്റ് എല്ലാം കൂടിയതായിട്ട് നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ പോകുന്ന തിരക്കിലായിരിക്കും. അതുകൊണ്ടാണ് അധികം ലോറികളിലൊന്നും ഇവിടെ കാണാൻ സാധിക്കാത്തത്. ഇതാണ് ഈ ഭാഗത്തു നിന്നാൽ നമുക്ക് കിട്ടുന്ന വിഷ്വൽ. ഇത് PO ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. നമുക്കിനി അടുത്തൊരു വിഷ്വലിലേക്ക് പോകാം. PO ബിൽഡിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ടിലൊരു വിഷ്വലുണ്ട്. നമുക്ക് ആ വ്യൂവിലേക്ക് പോകാം. ഇതാണ് നമ്മളെ യാർഡ് ക്രെയിനുകളും STS ക്രെയിനുകളും വളരെ അടുത്ത് നിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. ഇനി നമുക്ക് അടുത്ത വിഷ്വലിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്ന വിഷ്വൽ നമ്മളെ PO ബിൽഡിങ്ങിൻ്റെ, പോർട്ട് ഓഫീസ് ബിൽഡിങ്ങിൻ്റെ മുൻവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഏതാണ്ട് ക്രെയിനുകൾ കാണാൻ നല്ല ലെവലിൽ നിർത്തിയിട്ടുണ്ട്. A സീരീസും B സീരീസും C സീരീസും E സീരീസും അങ്ങനെ 5 സീരീസിലെ യാർഡ് ക്രെയിനുകൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നുണ്ടോ? ഇങ്ങനെ പുതിയ ക്രെയിനുകൾ കൊണ്ട് പോർട്ട് നിറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ യാർഡ് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. വളരെ സന്തോഷം നിറഞ്ഞ കാഴ്ച തന്നെയാണ്. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ വർക്കുകൾ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്. നമുക്ക് തൊട്ട് താഴെ നമുക്ക് നോക്കാം. ഇവിടെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നു. ഉണ്ടോ? ഇതാണ് പോർട്ടിൽ വന്ന മാറ്റങ്ങളിലൊന്നാണ്. നമുക്ക് ഈ വർക്കുകളിൽ കാണാൻ പറ്റുന്നതും നമ്മളെ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ട തൊട്ട് താഴെയാണ് ഇതിൻ്റെ വലിയൊരു കോമ്പൗണ്ട് വാൾ വന്നിട്ടുണ്ടോ? ഇതൊരു ഫുൾ വ്യൂ കിട്ടുന്നൊരു വ്യൂ ഉണ്ട്. നമുക്ക് ആ വ്യൂയിലേക്ക് പോകാം. അതിന് മുന്നേ നമുക്ക് ഈ ഭാഗത്ത് നിൽക്കുന്ന വിഷ്വലാണ് നമുക്ക് നോക്കേണ്ടത്. നല്ല വെയിലായ കാരണം ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന വർക്കേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇതിനടുത്ത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശത്തു നിന്നാണ് നമ്മുടെ വിഴിഞ്ഞം പോർട്ടിന് അല്ലെങ്കിൽ ബ്രേക്ക് വാട്ടറിന് ആവശ്യമായിട്ടുള്ള
സ്റ്റോണുകൾ, അതായത് ഇഞ്ചിൻലെസ് സ്റ്റോണുകൾ കൊണ്ടുപോകുന്നത്. ഇതാണ് ഈ ഭാഗത്ത് വിഷ്വൽ. ഇവിടെയും ധാരാളം കോൺക്രീറ്റ് അതായത് ബെർത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് സ്ലാബുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. ധാരാളം സ്ലാബുകൾ കാണാൻ സാധിക്കും. നമുക്കിനി അടുത്തൊരു വിഷയത്തിലേക്ക് പോകാം. നമ്മൾ ഈ കാണുന്നത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെ വീഡിയോ നമ്മൾ സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് നമുക്ക് ഇഞ്ചിൻലെസ് ബാർജ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റും. ഇഞ്ചിൻലെസ് ബാർജിലെ സ്റ്റോണും കയറ്റി ബ്രേക്ക് വാട്ടറിൻ്റെ എൻഡോൺ ഡംപിങ്ങിനും ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ ഘടനയ്ക്ക് ഹെവി തിരമാല വന്നാലും മാറ്റം വരാതിരിക്കാൻ വേണ്ടി അതിൻ്റെ ഘടനയുടെ ബലം കൂട്ടുന്നതിനാവശ്യമായിട്ടുള്ള ഹെവി സ്റ്റോണുകളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ആ ഹെവി സ്റ്റോണുകളെല്ലാം വളരെയധികം കഴിഞ്ഞിരിക്കുന്നു. അതിനർത്ഥം നമ്മൾ ബ്രേക്ക് വാട്ടറിൻ്റെ പണികളെല്ലാം വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. ആ വർക്കുകളാണ് ഇവിടെ നടക്കുന്നത്. എക്സ്കവേറ്റർ നമുക്ക് കാണാൻ സാധിക്കും, ധാരാളം ലോറികളും കാണാൻ സാധിക്കും. പക്ഷേ ഇവിടെ ഉച്ചയായത് കാരണം എല്ലാവരും ഈ പറയുന്ന ഫുഡ് കഴിക്കാൻ പോയ തിരക്കിലാണ്. ലഞ്ച് ബ്രേക്ക് എന്ന് തന്നെ പറയേണ്ടി വരും. ഇത് ഇവിടെ നമുക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചിൻലെസ് ബാർജ് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാവുന്നതാണ്. എക്സ്കവേറ്ററും കാണാൻ സാധിക്കും. ഡേ നൈറ്റാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം നടക്കുന്നത്. തൊട്ട് താഴെ നമുക്കൊരു സെക്യൂരിറ്റി ഗാർഡ് റൂം നമുക്കിവിടെ കാണാൻ സാധിക്കും. കേട്ടോ, അതിനകത്തൊരു സെക്യൂരിറ്റി ഗാർഡുണ്ട്. ഇവിടെ ഒരു ഗേറ്റ് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഈ വശത്തല്ല ഇനി കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം ഇവിടെ വന്നിട്ടില്ല. ഇവിടെ എല്ലാം കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അത് അവിടം വരെ എത്തിയിട്ടുണ്ട്. ഞാൻ സൂം ചെയ്ത് തരാം. കണ്ടോ, ഇവിടം വരെ കോമ്പൗണ്ട് വാളിൻ്റെ വർക്ക് എത്തിയിട്ടുണ്ട്. ഇത് പോർട്ടിന് ചുറ്റും കോമ്പൗണ്ട് വാൾ വരാൻ വേണ്ടിയാണ്. ഇതെല്ലാം നല്ല ഹൈറ്റ് ഉണ്ട് കോമ്പൗണ്ട് വാൾ. ഉണ്ടോ, ഇവിടെ ഈ ഭാഗത്തെല്ലാം കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ വരുന്നതായിരിക്കും. ഉണ്ടോ, ഇതാണ് ഈ ഭാഗത്തുനിന്ന് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റ് നമുക്കിവിടെ നിന്ന് കാണാവുന്നതാണ്. വളരെ ദൂരെയായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പറയാറുള്ള പോലെ പൊസിഷൻ ബാർജും നമുക്കിവിടെ നിന്നാൽ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇനി നമുക്ക് അടുത്ത വ്യൂവിലേക്ക് പോകാം. ഈ ഭാഗത്ത് നിന്നാൽ നമ്മുടെ പോർട്ടിൻ്റെ കോമ്പൗണ്ട് വാൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു പൊസിഷനിലാണുള്ളത്. കേട്ടോ, വ്യക്തമായിട്ട് കാണാൻ പറ്റും. നമ്മൾ അവിടെ നിന്നായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത് മുറിഞ്ഞാണ് നമുക്ക് കാണാൻ സാധിച്ചെങ്കിൽ ഫുള്ള് ലെന്ത് നമുക്കിവിടെ നിന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഉണ്ടോ, ഇതാണ് കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇതിങ്ങനെ ഈ ഗേറ്റ് വരെ ഇങ്ങനെ റൗണ്ടായിട്ട് ഇവിടെ വരും. ഈ വർക്കുകളാണ് വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കും. കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ ജസ്റ്റ് അത് ബെൽറ്റ് കോൺക്രീറ്റ് അതുവരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അത് ഈ പറഞ്ഞ സിമെൻറ്റ് ബ്ലോക്ക് ഉപയോഗിച്ച് അല്ലെങ്കിൽ സിമെൻറ്റ് സ്റ്റോൺ ഉപയോഗിച്ച് വളരെ വേഗത്തിലാണ് അതിൻ്റെ ഈ പറയുന്ന കോമ്പൗണ്ട് വാളിൻ്റെ വർക്കുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. പോർട്ടിൻ്റെ എല്ലാ വർക്കും വളരെ ഫാസ്റ്റായിട്ടാണ് നടക്കുന്നത്. തൊട്ടിപ്പുറത്ത് ധാരാളം നാച്ചർ സ്റ്റോൺ കൂട്ടിയിട്ടിരുന്നത് കാണാൻ സാധിക്കും. ഈ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ട് നാച്ചർ സ്റ്റോണിൻ്റെ മല എന്ന് പറയുന്ന ഭാഗമാണ്. ഇപ്പോൾ തരംതിരിച്ചുള്ള സ്റ്റോണുകളെല്ലാം മാറ്റിയത് കാരണം അങ്ങനത്തെ മല അവിടെ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇപ്പോൾ ഡയറക്റ്റായിട്ട് ലോറികളിലെ സ്റ്റോണാണ് പോർട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് PO ബിൽഡിങ്ങിൻ്റെ ബാക്ക് വശമാണ്. അത് മാത്രമല്ല നമുക്ക് കുറച്ച് അടുത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. നമുക്ക് ഇവിടെ നമുക്ക് ഇഞ്ചിൻലെസ് ബാർജിൽ സ്റ്റോൺ നിറച്ച് വെച്ച് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നു. ഉണ്ടോ, സ്റ്റോൺ നിറച്ച് വെച്ചിട്ട് കാണാൻ സാധിക്കും. തൊട്ടപ്പുറത്ത് ഡോൾഫിൻ 27 ആൻഡ് ഡോൾഫിൻ 35 രണ്ട് ടഗ് ബോട്ടുകളെയും നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് ഈ ഭാഗത്തു നിന്നുള്ള വിഷ്വൽ. ഇവിടെ എല്ലാം ആക്രോപോഡ് ഫില്ല് ചെയ്തിരിക്കുന്നു. ഈ പുതുതായിട്ട് കാണുന്ന വെള്ള നിറത്തിലുള്ള ആക്രോപോഡ് ഇപ്പോൾ ഫില്ല് ചെയ്തതാണ്. അത് നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും. ഇതുപോലുള്ള ചെറിയ ബോട്ടുകൾ ഉപയോഗിച്ചിൻ്റെ സഹായത്തോടെയാണ് നമ്മൾ ഈ പറയുന്ന ഇഞ്ചിൻലെസ് ബാർജിൻ സ്റ്റോണുമായിട്ട് നമ്മുടെ ബ്രേക്ക് വാട്ടറിൻ്റെ അവിടേക്ക് പോകുന്നത്. ഇനി നമുക്ക് കുറച്ച് അപ്പുറത്തുകൂടി പോയി കഴിഞ്ഞാൽ, കുറച്ച് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, ഒന്ന് ഞാൻ സൂം കുറയ്ക്കാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ബ്രേക്ക് വാട്ടറിൻ്റെ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് പോർഷൻ വരെ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നൊരു പൊസിഷനിലാണുണ്ടോ. ഇത്രയും ഭാഗം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. വേറൊരു പ്രത്യേകത കൂടി ഈ വ്യൂവിനുണ്ട്. ഞാൻ ആ പ്രത്യേകത ഞാൻ നിങ്ങളെ കാണിക്കാം. അതൊരു വളരെ മനോഹരമായ കാഴ്ചയാണ്. പോർട്ടിനെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും കണ്ടോ, STS ക്രെയിനും യാർഡ് ക്രെയിനുകളും, അതായത് A സീരീസും B സീരീസും C സീരീസും D സീരീസും E സീരീസുമായുള്ള ക്രെയിനുകൾ നിരത്തി നമ്മുടെ പോർട്ടിൽ വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. നമുക്കിന്ന് ഇവിടെ നിന്ന് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. 4 STS ക്രെയിനുകളും യാർഡ് ക്രെയിനുകളുമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 6 യാർഡ് ക്രെയിനുകളുമായിട്ടാണ് ഷെൻഹുവ 16 വന്നു പോയിട്ടുള്ളത്.
ആ വന്നുപോയ കാഴ്ചകളെല്ലാം നമ്മളെ വീഡിയോയിലുണ്ട്, വീഡിയോ ആയിട്ട് തന്നെയുണ്ട്. ഇനി ഷെൻഹുവ 34 ആണ് ക്രെയിനുമായിട്ട് വരേണ്ടത്. നമുക്ക് ആ ഷിപ്പിൻ്റെ സ്റ്റാറ്റസിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഇവിടുന്ന് യാർഡ് ക്രെയിനുകളും STS ക്രെയിനും നമുക്ക് നോക്കാം. വളരെ മനോഹരമായ കാഴ്ച തന്നെയാണിത്. ഇനി നമുക്ക് ഷെൻഹുവ 35ൻ്റെ കറണ്ട് സ്റ്റാറ്റസിലേക്ക് പോകാം. എന്നാണ് പോർട്ടിൽ ഷിപ്പ് എത്തുന്നതെന്നും ആ ഡേറ്റും സമയവും വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റുന്നൊരു വ്യൂവിലേക്ക് പോകാം. വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിന് ആവശ്യമായിട്ടുള്ള ക്രെയിനുമായി വന്നു പോകുന്ന ഷെൻഹുവ സീരീസിലെ ഷെൻഹുവ 35ൻ്റെ കറണ്ട് സ്റ്റാറ്റസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഷെൻഹുവ 35 ആവട്ടെ ഇപ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൽ എത്തിയിരിക്കുന്നു. പക്ഷേ പോർട്ടിനകത്ത് പ്രവേശിച്ചിട്ടില്ല. ഇപ്പോൾ നമുക്ക് മാപ്പിൽ നോക്കിയാൽ മനസ്സിലാവും. കഴിഞ്ഞ വീഡിയോയുടെ അപ്ഡേഷനിൽ ശ്രീലങ്കയിലെ കൊളംബോ പോർട്ടിൻ്റെ അടുത്താണെങ്കിൽ ഇപ്പോൾ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിൻ്റെ പുറത്താണ് നമ്മുടെ ഷെൻഹുവ 35 ഉള്ളത്. നമുക്ക് സ്റ്റാറ്റസിലേക്ക് നോക്കാം. ഷെൻഹുവ 35ൻ്റെ സ്റ്റാറ്റസ് സ്റ്റോപ്പ്ഡാണ്. എക്സ്പെക്റ്റിംഗ് ടൈം ഫോർ അറൈവൽ, പോർട്ടിനകത്ത് പ്രവേശിക്കേണ്ട ടൈം ഇതിൽ കൊടുത്തിട്ടുള്ളത് 4:22 2024 2:30 PM ആണ്. അത് ഞാൻ ഇൻഫോം റിസീവ് ചെയ്യുന്നത് 4:20 2024 2:36 PM ആണ്. ഇതാണ് ഷെൻഹുവ 35ൻ്റെ കറണ്ട് സ്റ്റാറ്റസ്. ഇനി നമുക്ക് ഷെൻഹുവ 34ൻ്റെ കറണ്ട് സ്റ്റാറ്റസിലേക്കാണ് പോകേണ്ടത്. ഷെൻഹുവ 34 ആവട്ടെ ഇപ്പോഴും ഈ പറയുന്ന ഷാങ്ഹായിലെ ചാൻസിങ് ഐലൻഡിലെ പോർട്ടിൽ തന്നെയാണ് ഷെൻഹുവ 34 ഉള്ളത്. ഇപ്പോഴും ഷിപ്പ് അവിടെ മോറിങ്ങിൽ തന്നെയാണുള്ളത്. ഇതാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക് വരുന്നതും വന്നു പോകുന്നതുമായ ഷിപ്പുകളുടെ കറണ്ട് സ്റ്റാറ്റസ്. ഫ്രണ്ട്സ്, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ ഒരു മെമ്പറായി കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോയും നോട്ടിഫിക്കേഷൻ്റെ ആദ്യമായി എത്തുന്നതായിരിക്കും. താങ്ക് യു ഫ്രണ്ട്സ്.